പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ സൂത്രധാരൻ പീതാംബരനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സുനിൽ ഐസക് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയത്. കനത്ത സുരക്ഷയിലായിരുന്നു പീതാംബരനെ ഇവിടെ എത്തിച്ചത്. തുടർന്ന് കോടതി മുമ്പിൽ ഹാജരാക്കിയ പീതാംബരനെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. കാരണം 7 ദിവസത്തേക്ക് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കാരണം സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്, കൂടുതൽ ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ 7 ദിവസത്തേക്ക്, അതായത് ഇന്ന് വൈകിട്ട് 5:30 മുതൽ 27-ാം തീയതി വൈകുന്നേരം 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. അതിനുശേഷം പോലീസ് അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൃഷ്ണ. സുനിൽ, കൊലയ്ക്ക് ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. തെളിവെടുപ്പിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിന് അറിയാൻ സാധിച്ചത്? തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാവിലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീതാംബരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ പീതാംബരൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ കൊലക്ക് ഉപയോഗിച്ച അതെന്ന് കരുതുന്ന ആയുധങ്ങൾ എവിടെയാണെന്നും പീതാംബരൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കല്ലുവിട്ട് പീതാംബരനെ ഈ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിച്ചത്. പക്ഷേ ഇവിടെ വലിയ തോതിൽ ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇവിടെ നിന്ന് തെളിവെടുപ്പിന് എത്തിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ സംഭവം നടന്നതിന് ഏകദേശം 500 മീറ്റർ അപ്പുറത്ത് വെച്ച് ഈ ഒരു റബ്ബർ തോട്ടത്തിലെ പൊട്ടക്കിണറ്റിൽ വെച്ച് ഒരു വടിവാളും 3 ദണ്ടും പോലീസ് കണ്ടെടുത്തത്. തുടർന്ന് ഇയാളെ ഇവിടെ നിന്ന് ഈ ആയുധങ്ങളടക്കം പോലീസ് കനങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ചു. കനങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നാണ് ഇയാളെ ഇപ്പോൾ ഇവിടെ കോടതിയിലേക്ക് എത്തിച്ചത്.